ആരുമായി സന്ധി ചേരുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ല എന്ന രീതി ഉണ്ടാകുന്നു. ഇവരുടെ രാഷ്ട്രീയ ആശയങ്ങൾക്ക് ഇവർക്കുമേൽ മേൽക്കൈ ഉണ്ടാകുന്നു. ആ മേൽക്കൈ സമുദായത്തിലാകെ ഉണ്ടാകുന്നു എന്ന തെറ്റിദ്ധാരണയിലാണ് ശ്രീ വി ഡി സതീശൻ ഈ മതരാഷ്ട്രവാദികൾക്ക് മുമ്പിൽ വണങ്ങിയിരിക്കുന്നത്. ഇതിന് കോൺഗ്രസ്സിന് വില കൊടുക്കേണ്ടി വരും, യാതൊരു സംശയവും വേണ്ട. ഇതൊന്നുമില്ലാതിരുന്ന ലീഗിന് ഈൽഡ് ചെയ്ത് ഭരിച്ച ചരിത്രമാണ് കേരളത്തിലെ UDF ഗവൺമെൻറ്റുകൾക്കെല്ലാം ഉള്ളത്. 5ാം മന്ത്രി വിവാദം നമ്മളാരും മറന്നിട്ടില്ല. ഇതിനെല്ലാം ഈൽഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇതൊന്നുമില്ലാത്ത ലീഗിന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ സൗണ്ടായി വർത്തമാനം പറയാൻ തുടങ്ങുന്നതിന് മുമ്പാണ് ഈ പറയുന്ന SDP ഉൾപ്പെടെയുള്ള കേസുകൾ പിൻവലിച്ചു കൊടുത്തത്, കാസർഗോഡ് വർഗീയ കലാപത്തിൻ്റെ പ്രശ്നം പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അന്ന് തന്നെ ഈൽഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ലീഗിന്. ജമാഅത്തെ ഇസ്ലാമി കൂടി ചേർന്നാൽ ജമാഅത്തെ ഇസ്ലാമി കൂടി UDFൻ്റെ ഭാഗമാവുകയോ ഇല്ലെങ്കിൽ UDFന് പുറത്ത് നിന്നുകൊണ്ട് UDFനെ നിയന്ത്രിക്കുന്ന, UDFനെ രാഷ്ട്രീയമായി സ്വാധീനിക്കുന്ന ഒരു ശക്തിയായി മാറുകയോ ചെയ്താൽ ഭാവി കേരളത്തിൽ എന്തായിരിക്കും കോൺഗ്രസിലൂടെ ജനം കാണാൻ പോകുന്നത്? 5 മന്ത്രിമാർ പോരാതെ വരുമോ? അല്ല, മന്ത്രിമാരുടെ മാത്രമല്ല, അപ്പോൾ മന്ത്രിമാരെയൊക്കെ അവർ വിധിച്ചെടുത്തോട്ടെ, ഞാൻ പറഞ്ഞതല്ല. അതിന്മേലൊരു സാമുദായികമായ ഡിമാൻഡുകൾ രൂപപ്പെടുന്നു. അങ്ങനെയല്ലല്ലോ ഉണ്ടാകേണ്ടത്. അത് തെറ്റാണ്.